വളരെ അവിചാരിതമായിട്ട് എന്റെ കയ്യിലേക്ക് വന്നു പെട്ടതാണ്. അത് തീർച്ചയായിട്ടും എന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്, അനുഗ്രഹമാണ് എന്ന് വിശ്വസിക്കുന്ന, എപ്പോഴും അതിനോടൊരു എത്ര പറഞ്ഞാലും തീരാത്ത ഒരു നന്ദി, ഒരു കടപ്പാട് ആ ഒരു വാക്കിനോട്, ഈ ഒരു പ്രസ്ഥാനത്തോട്, അതിലുപരി എന്നെ ഈ ബിസിനസ്സിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയും ഇന്ന് കമ്പനിയുടെ സോണൽ സെയിൽസ് ടീം മാനേജറുമായിട്ടുള്ള ജാൻസി മാഡം, പിന്നെ ഇവിടെയുള്ള എന്റെ അപ്ലൈൻ ലീഡേഴ്സ്, എന്റെ പാർട്ട്നേഴ്സ്, പിന്നെ നമ്മൾ അല്ലെ ഫാമിലി എന്ന് പറയുന്ന നമ്മളെല്ലാവരും ഇവിടെ ഒറ്റയ്ക്ക് നിന്നാൽ ഈ ഒരു ഫിജിക്കാട്ട് എന്ന മേഖലയിൽ നമുക്കൊന്നും കാര്യമായിട്ട് നേടാൻ പറ്റില്ല. ഒരു ടീം വർക്കിന്റെ ബിസിനസ് ആണ്. തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സപ്പോർട്ടും പ്രോത്സാഹനവും അല്ലെ, ഒരു താങ്ങും ഒക്കെ ഉണ്ടെങ്കിലാണ്, ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് എല്ലാവർക്കും ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. കാരണം ഇത് നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ ബിൽഡ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ്. നമുക്ക് ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമുക്ക് നല്ല നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കണം, പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റണം. അതിനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ചിലപ്പോൾ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്നോ നമ്മളിപ്പോ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നോ നമുക്ക് അത്ര പെട്ടെന്ന് കിട്ടില്ല. അതിന് നമ്മളൊരു കാര്യം ഒരുക്കിയെടുക്കുക എന്നുള്ളത് അങ്ങനെയുള്ള ചിന്തകളും പ്രവൃത്തികളുമായിട്ട് നിൽക്കുന്ന ആളുകളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു സമ്പർക്കം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഫിജി കാർഡിലേക്ക് വരുമ്പോൾ അത് നമുക്ക് സാധ്യമാണ്. കാരണം ഇവിടെ ഒരുപാട് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ള ഒരുപാട് ആളുകളാണ് കൂടിയിട്ടുള്ളത്. അപ്പൊ അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഷെയർ ചെയ്യപ്പെടുക, അതിനുവേണ്ടി അവർ പരിശ്രമിക്കുന്നത് കാണുക, ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രചോദനം, ഒരു ഉത്സാഹം, ഒരു സന്തോഷം, അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിജിക്കട്ട് ഒരു ഒറ്റയ്ക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല, ഇതൊരു ടീം വർക്കിന്റെ ഭാഗമാണ്. അപ്പൊ ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഒരു 5 വർഷം ആയി ബിസിനസ്സിലേക്ക് വന്നിട്ട്. 5 വർഷം മുമ്പ് ഞാൻ ഇതിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ യാതൊരു ഐഡിയ ഇല്ല. എന്താണെന്നോ എങ്ങനെയാണെന്നോ ഈ കൺസെപ്റ്റിന്റെ പ്ലാൻ ഞാൻ ഡിജിറ്റൽ സൂം മീറ്റിംഗ് വഴി കേൾക്കുന്ന സമയത്ത് എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ. പക്ഷെ ഞാൻ ബി.എഡ് പഠിച്ചിറങ്ങിയ ഉടൻ തന്നെ എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഏതെങ്കിലും ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യണം. കാരണം ഇതുവരെ ഹസ്ബൻഡിനെയും അല്ലെങ്കിൽ അച്ഛനെയും ഒക്കെ ആശ്രയിച്ച് ജീവിച്ച എനിക്ക് സ്വന്തമായി ഒരു വരുമാനം വേണം. ഞങ്ങൾ പഠിക്കുന്ന സമയത്തും ഇപ്പൊ ബി.എഡിന് പഠിക്കുന്ന സമയത്തും ഞാൻ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് ഞാൻ ട്യൂഷൻ എക്സ്ട്രാ എടുക്കുമായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ, എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഡ്രസ്സോ അല്ലെങ്കിൽ എന്റെ റീചാർജ്, അങ്ങനെയുള്ള, എനിക്കൊരു ബാഗ് വാങ്ങണം, എനിക്കൊരു ചെരുപ്പ് വാങ്ങിക്കണം, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും എനിക്ക് നമ്മളൊരു മെച്യൂരിറ്റി എന്ന് പറയുന്ന അല്ലേ, നമുക്കൊരു 10-24 വയസ്സ് അല്ലെങ്കിൽ 23 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആരിൽ നിന്നെങ്കിലും പൈസ വാങ്ങിക്കാനൊക്കെ ഒരു മടി വന്നു തുടങ്ങും അല്ലെ ചില ആളുകൾക്ക്. എന്നെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നു. ഒരു 23-24 വയസ്സൊക്കെ കഴിഞ്ഞപ്പോ തന്നെ അച്ഛനോടായാലും അല്ലെ ഹസ്ബൻഡിനോടായാലും കല്യാണം കഴിഞ്ഞാൽ നമുക്കത് ചോദിച്ചിട്ട് അത് വാങ്ങിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെയാ അല്ലെ, എന്റെ ആഗ്രഹമാണ്, അത് ചിലപ്പോ അതിന് പൈസ ഉണ്ടാവും, ചിലപ്പോ അത് ക്വാളിറ്റി, ഇതൊക്കെ നമുക്ക് ഇതാണ്. അപ്പൊ പഠിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും എക്സ്ട്രാ പോക്കറ്റ് മണി എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ട്യൂഷൻസ് എടുക്കുമായിരുന്നു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അത് രാവിലെ ആയാലും രാത്രി ആയാലും ഒക്കെ ഇങ്ങനെ നമ്മൾ അതിൽ കിട്ടുന്ന ചെറിയ, ചിലപ്പോൾ മാസം ഒരു 2000-3000 രൂപയൊക്കെ ആയിരിക്കും. പക്ഷെ അത് എന്നെ സംബന്ധിച്ച് ഒരുമിച്ച് കിട്ടുമ്പോൾ ഈ പറയുന്ന പോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ ഞാൻ തീരുമാനിച്ചു, പഠിച്ചു കഴിഞ്ഞ് ഇനിയും ഒരു വലിയ ബ്രേക്കോ അല്ലെങ്കിൽ ഇനിയും എന്തെങ്കിലും പഠിക്കാനോ ഒന്നും പറ്റില്ല. എം.എ കഴിഞ്ഞു, ബി.എഡ് ആയി, ഇനി ഒരു സ്കൂളിൽ എങ്ങനെയെങ്കിലും കയറണം എന്നുള്ള രീതിയിൽ എനിക്ക് ഞങ്ങൾ ക്യാമ്പസ് ഇന്റർവ്യൂല്, പാലക്കാടാണ് ഞാൻ ബി.എഡ് പഠിച്ചത്. അപ്പൊ ക്യാമ്പസ് ഇന്റർവ്യൂല് ഞാനും ഇവിടുത്തെ കമ്പനിയുടെ സോണൽ സെയിൽസ് മാനേജർ ആയിട്ടുള്ള ജസീറ മേഡം ഒക്കെ ഞങ്ങൾക്ക് അതിന് ക്വാളിഫൈഡ് ആയി. ഞങ്ങൾ അവിടെ തിരൂരോ തൃച്ചിയിലോ എങ്ങാണ്ട് ഒരു സ്കൂളിൽ പോയി, ഇന്റർനാഷണൽ സ്കൂളിൽ. അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് വീട്ടിൽ സമ്മതിക്കുന്നില്ല, പോയിട്ട് അവിടെ അത്രയും ദൂരം പോയി വർക്ക് ചെയ്യണ്ട, ഇപ്പൊ ഇത്രയും ദൂരം പോയി പഠിച്ചതല്ലേ, ഇനി വർക്ക് ചെയ്യാൻ ഇവിടെ നാട്ടിൽ എവിടെയെങ്കിലും സ്കൂളിൽ മതി എന്നൊക്കെ. എനിക്ക് തോന്നുന്നു അങ്ങനെ 16,000 രൂപ എങ്ങാണ്ടാണ് സ്റ്റാർട്ടിങ്. ഞാൻ എന്റെ ഫയൽസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ പേരിങ്ങനെ കണ്ടു, ജസീറ, ശ്രീലക്ഷ്മി, സാവിത്രി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ 3-4 ഡിപ്പാർട്ട്മെന്റിൽ ഓരോരാളും പോയിട്ട് അവിടെ. അപ്പം ആ സമയത്തെ അതൊക്കെ കാണുന്ന സമയത്ത് ഓക്കെ, പഠിച്ചിറങ്ങിയ തന്നെ ഒരു ജോലി നമുക്ക് വേണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഒരു സ്കൂളിൽ നോക്കി, അവിടെ ജോയിൻ ചെയ്തു. പക്ഷെ ശമ്പളം കേട്ട സമയത്ത് ആദ്യം വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. ഓക്കെയാണ്, ഇത് എന്റെ കുറച്ച് കാര്യങ്ങളെങ്കിലും അല്ലെ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും എനിക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റുമല്ലോ, ടീച്ചർ എന്നുള്ള ഒരു ഇതും കൂടി ഉണ്ട്. അങ്ങനെയാണ് സ്കൂളിലേക്ക് ജോയിൻ ചെയ്യുന്നതും പഠിപ്പിച്ചു തുടങ്ങുന്നതൊക്കെ. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു
ബോധോദയം വരികയെന്ന് കേട്ടിട്ടില്ലേ? ഞാൻ ഇത്രയും പഠിച്ചിട്ട്, ഞാൻ ഇത്രയും എനർജി എടുത്തിട്ട് എനിക്ക് കിട്ടുന്ന വരുമാനം ഇതാണ്. ഇതിലൂടെ എനിക്ക് എങ്ങനെ എന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ആ ഒരു തിരിച്ചറിവ്, അല്ലെ ആ ഒരു ബോധോദയം വന്ന സമയത്ത് നമ്മളൊന്ന് മാറി ചിന്തിക്കില്ലേ? ഇതിലും ബെറ്റർ ആയിട്ട് കിട്ടുന്ന ഒരു വരുമാനം ഇതിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം? ആ ഒരു ഓപ്ഷൻസ് നോക്കും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖല എന്റെ ഈ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അങ്ങനെയൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ള രീതിയിൽ റിസൈൻ ലെറ്റർ കൊടുക്കാനും, അപ്പൊ ആ അക്കാഡമിക് ഇയറൂടെ കംപ്ലീറ്റ് ചെയ്യണം, അവർക്ക് പുതിയൊരാളെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അത് ആ അക്കാഡമിക് ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ട് വേറെ എന്തിനെങ്കിലും ട്രൈ ചെയ്യാം. അങ്ങനെ അക്കാഡമിക് ഇയർ കഴിയാനാകുമ്പോൾ PSCയോ അല്ലെങ്കിൽ നെറ്റ് കോച്ചിങ്ങോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ജാൻസി മാഡം ഈ ഒരു അവസരം എന്റെ കയ്യിലേക്ക് കൊണ്ടുതരുന്നത്. ഞാനിത് പറയുന്നത് എന്റെ എക്സ്പീരിയൻസ് കേട്ടിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്, പക്ഷെ അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത് പറഞ്ഞാലേ പറ്റൂ എന്നുള്ള തോന്നൽ ഉള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയിൽ പുതിയതായിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു എന്താണ് ഞാനെന്നൊന്ന് ഒരു ഇത് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ പ്ലാൻ കേൾക്കുകയാണ്, ഡിജിറ്റൽ സൂം മീറ്റിംഗ് വഴി ഞാൻ കമ്പനിയുടെ പ്ലാൻ കേൾക്കുകയാണ്. ജാൻസി മാഡത്തിന്റെ ഒരു സ്റ്റാറ്റസ് കണ്ട് ഞാൻ അങ്ങോട്ട് തന്നെയാണ് ചോദിക്കുന്നത്, ഇത് എന്താണ് നീ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പുതിയൊരു ബിസിനസ് ആണ്, നിനക്ക് ചെയ്യാൻ പറ്റും, നീ ഇതൊന്ന് ജസ്റ്റ് കേട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ ആയിട്ടാണ്, കോവിഡ് ടൈമാണ്, ഞാൻ കമ്പനിയുടെ പ്ലാൻ കേൾക്കുകയാണ്. വലിയ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ അപ്പോ ചെയ്തുകൊണ്ടിരുന്ന ആ ടീച്ചിങ് ഫീൽഡിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ഇൻകം കിട്ടുന്ന ഒരു മേഖലയാണ് എന്നുള്ളത് എനിക്ക് ആ കമ്പനിയുടെ പ്ലാൻ പ്രസന്റേഷനിൽ ഇൻകത്തിനെ കുറിച്ച് പറയുന്ന, വരുമാനങ്ങൾ പറയുന്ന ആ ഒരു പേജുകൾ ഇങ്ങനെ മറഞ്ഞു പോയ സമയത്ത് എനിക്ക് തോന്നി. പിന്നെ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ എന്നുള്ള ഒരു ബ്രാൻഡ് നെയിം, പ്രൊഡക്റ്റുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന കുറെ പ്രൊഡക്റ്റുകളുടെ ഫോട്ടോസ് കാണുന്നു. ഈ